ഇനി അടുത്തതായി തൃതീയ ശ്രേണിയില് മലയാളം പ്രസംഗത്തിൽ 1ാം സ്ഥാനം കിട്ടിയ കൃഷ്ണാഞ്ജന അഖിലേഷ് ഋഷിജ്ഞാന മതപാഠശാല കല്ലറക്കാട് പത്തനംതിട്ട പ്രസംഗിക്കുന്നു. ബഹുമാനപ്പെട്ട അമ്മമാരെ, അച്ഛന്മാരെ, എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്റെ വിനീതമായ നമസ്കാരം. എന്റെ പേര് കൃഷ്ണാഞ്ജന അഖിലേഷ്. ഞാൻ ഋഷിജ്ഞാന മതപാഠശാലയിൽ നിന്ന് വരുന്നു. ഇന്ന് എനിക്ക് പ്രസംഗിക്കാൻ കിട്ടിയ വിഷയം ചട്ടമ്പി സ്വാമി തിരുവടികൾ നവോത്ഥാന സാരഥി എന്നതാണ്. നവോത്ഥാനം യൂറോപ്യൻ കാഴ്ചപ്പാടാണ്. യൂറോപ്പിൽ ക്രിസ്തുമതം ശാസ്ത്രത്തിന്റെയും മനുഷ്യത്വത്തിന്റെയും എതിരായ കാലത്ത് മനുഷ്യത്വത്തിന്റെയും ശാസ്ത്രത്തിന്റെയും ശബ്ദമായി ഉയർന്നു വന്ന പ്രസ്ഥാനമാണ് നവോത്ഥാനം. എന്നാൽ നമ്മുടെ രാഷ്ട്രത്തിൽ നവോത്ഥാനം എന്നത് മൂടിവെക്കപ്പെട്ട ജ്ഞാനം. ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ എല്ലാ വിഭാഗം ജനങ്ങളിലേക്ക് എത്തിക്കുകയും അതിലൂടെ എല്ലാ വിഭാഗം ജനങ്ങളിൽ മനുഷ്യത്വവും ശാസ്ത്ര അവബോധമുള്ളവരുമാക്കി ഉണർവിലേക്ക് ആധ്യാത്മികമായി ഉയർത്തുന്നതാണ് ഭാരതത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ. ആധുനിക കേരളത്തിന്റെ നവോത്ഥാന പ്രസ്ഥാനങ്ങളിൽ ശക്തമായ പ്രചോദനം നൽകിയവരിൽ പ്രമുഖനായ ആചാര്യനായിരുന്നു ശ്രീ ചട്ടമ്പി സ്വാമികൾ. 1853 ആഗസ്റ്റ് 25-ാം തീയതിയാണ് ശ്രീ വിദ്യാധിരാജ ചട്ടമ്പി സ്വാമികൾ ജനിച്ചത്. തിരുവനന്തപുരം ജില്ലയിൽ കണ്ണമ്മൂല എന്ന ദേശത്ത് കൊല്ലൂർ ഗ്രാമത്തിൽ ഉള്ളൂർക്കോട് എന്ന വീട്ടിൽ ശ്രീമതി നങ്ങമ്മ പിള്ളിയുടെയും ശ്രീ വാസുദേവ ശർമ്മയുടെയും മകനായ കുഞ്ഞൻ എന്ന അയ്യപ്പൻ ജനിച്ചത്. ദാരിദ്ര്യം നിറഞ്ഞ ജീവിതത്തിൽ വിധിയാവണ്ണം പഠിക്കുവാൻ അയ്യപ്പന് കഴിഞ്ഞില്ല. ക്ഷേത്ര പൂജാരിയായിരുന്ന അച്ഛൻ ഹരിശ്രീ പഠിപ്പിച്ചു. വീടിനടുത്തുള്ള കൊല്ലൂർ മഠത്തിലെ ബ്രാഹ്മണ ബാലന്മാരെ സംസ്കൃതം പഠിപ്പിക്കുന്നത് ദൂരെ നിന്നു കേട്ട് പഠിച്ച സ്വാമികൾ അവിടെ പഠിച്ച കുട്ടികളോട് അധ്യാപകൻ ചോദിച്ച ചോദ്യങ്ങൾക്ക് കുട്ടികൾ മറുപടി പറയാതെ വന്നപ്പോൾ പുറത്തുനിന്ന സ്വാമികൾ മറുപടി പറഞ്ഞു. ഇതിൽ അതിശയം പൂണ്ട അധ്യാപകൻ പിന്നീട് സ്വാമികളെയും അവിടെ സംസ്കൃതം പഠിപ്പിച്ചു. തിരുവനന്തപുരം പേട്ട എന്ന സ്ഥലത്ത് രാമൻ പിള്ള ആശാന്റെ ആശാൻ പള്ളിക്കൂടത്തിൽ പഠിക്കാനെത്തിയപ്പോൾ കുട്ടികളിൽ അച്ചടക്കം നിലനിർത്തുന്നതിനായി രാമൻ പിള്ള ആശാൻ കുഞ്ഞിനെ മേൽനോട്ട ചുമതല ഏൽപ്പിച്ചു. അങ്ങനെ ചട്ടങ്ങൾ നടപ്പാക്കുന്ന ആളെന്ന നിലയിൽ ചട്ടമ്പി, അതായത് ക്ലാസ് ലീഡറായി കുഞ്ഞൻ മാറി. 16 വയസ്സായപ്പോൾ ആശാൻ പള്ളിക്കൂടത്തിലെ പഠിത്തം അവസാനിപ്പിച്ച് കുടുംബം പുലർത്താൻ ചുമട്ടുകാരനായും പിന്നീട് ആധാരമെഴുത്തുകാരനായും തുടർന്ന് സർ സി മാധവറാവു ദിവാനായിരുന്ന കാലത്ത് സെക്രട്ടേറിയറ്റ് എന്ന ഹജൂർ കച്ചേരിയിൽ ഉദ്യോഗസ്ഥനാക്കി. പ്രസിദ്ധനും ദിവ്യനുമായിരുന്ന തൈക്കാട് അയ്യാവു സ്വാമി എന്ന മഹാനിൽ നിന്നും വേദാന്തവും യോഗവും പഠിച്ചു. ഷൺമുഖദാസൻ എന്ന സന്യാസ നാമം അദ്ദേഹമാണ് സ്വാമികൾക്കു നൽകിയത്. സ്വാമിനാഥ ദേശികൾ, ഷൺമുഖ വടിവേലു തുടങ്ങിയ മഹാരഥന്മാരിൽ നിന്നും സകല വിദ്യകളും പഠിച്ച സ്വാമികൾ ശ്രീ പത്മനാഭ സ്വാമി ക്ഷേത്രത്തിലെ ക്ഷേത്രഭരണ സമിതിയായ എട്ടരയോഗ വിദ്യയുടെ രാജാവ് എന്ന നിലയിൽ ശ്രീ വിദ്യാധിരാജ എന്ന ബഹുമതി നൽകി. അങ്ങനെ സ്വാമികൾ ശ്രീ വിദ്യാധിരാജ പരമ ഭട്ടാരക ചട്ടമ്പി സ്വാമികൾ എന്നറിയപ്പെട്ടത്. ജനങ്ങൾക്ക് നിരവധി ഗ്രന്ഥങ്ങൾ സംഭാവന നൽകിയ നവോത്ഥാന നായകനാണ് സ്വാമിജി. ഭാഷയെക്കുറിച്ചുള്ള എക്കാലത്തെ മഹത് ഗ്രന്ഥമായ ആദിഭാഷ, ക്രിസ്തുമത ചേതനം, ക്രിസ്തുമത സാരം, വേദാന്തികാര നിരൂപണം എന്നിങ്ങനെ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ലാത്ത നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താവാണ് സ്വാമിജി. ശ്രീമദ് സ്വാമി വിവേകാനന്ദൻ, ശ്രീനാരായണ ഗുരുദേവൻ അടക്കമുള്ള മഹാത്മാക്കൾ സ്വാമിജിയുടെ ജ്ഞാന തൃഷ്ണയെ കണ്ടറിഞ്ഞ മഹാത്മാക്കളാണ്. അയിത്തം അറബിക്കടലിൽ തള്ളണമെന്നുറക്കെ പറഞ്ഞ നവോത്ഥാന സൂര്യനാണ് സ്വാമിജി. യൂറോപ്പിലെ പോലെയുള്ള യുദ്ധങ്ങളും കലാപങ്ങളും ഇല്ലാതെ ഒരു മഹാവിപ്ലവം, ചുട്ടുകരിക്കലും വിഷം കൊടുക്കലും ജയിലിൽ അടയ്ക്കലും ഇല്ലാതെ സമൂഹത്തെ പാകപ്പെടുത്തിയെടുത്ത നവോത്ഥാന നായകനാണ് സ്വാമിജി.
സ്വജീവിതത്തിന്റെ ലാളിത്യത്തിലൂടെയും പട്ടിസത്യ നടത്തിയ അഹങ്കാരത്തിന് അറുതി വരുത്തി അദ്വൈതത്തിന്റെ ശ്രീ ശങ്കരചര്യയെയും തമിഴ് ശൈവചര്യയെയും ഏകോപിപ്പിച്ച് തീർത്ഥവാദ സമ്പ്രദായത്തിന് രൂപം നൽകി സ്വാമിജി. അഹിംസയും ജ്ഞാനവും സ്വജീവിതത്തിൽ പകർത്തി ലളിത ജീവിതം നയിച്ച അറിവിന്റെ ആത്മീയ കൈലാസമായ മഹാഗുരു 71-ാം വയസ്സിൽ 1924 സമാധിയായി. ആ ജ്ഞാന സൂര്യന്റെ പ്രകാശത്തെ നമ്മിലേക്ക് സ്വീകരിച്ച് നമ്മിലെ അന്ധകാരത്തെ അകറ്റാം. എന്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു, നിർത്തുന്നു. നന്ദി. ജയ് ഹിന്ദ്.